ഗുഡ് മോർണിംഗ് ആൾ. നമ്മൾ ഫോക്കസ് ഏരിയയുമായി ബന്ധപ്പെട്ട റിവിഷൻ ക്ലാസ്സസ് ഇന്ന് ആരംഭിക്കുകയാണ്. ഇതിൽ ആദ്യത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വർഷങ്ങളിലുള്ള എക്സാമിനേഷൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഡിസ്കഷൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ഫോക്കസ് ഏരിയ മുഴുവൻ തന്നെയും കവർ ചെയ്യുന്ന വിധത്തിലാണ് റിവിഷൻ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യുന്നത്. ഈ റിവിഷൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മികച്ച മാർക്ക് നേടാൻ സാധിക്കും എന്ന് ഉറപ്പു നൽകുന്നു. പ്രത്യേകിച്ച് പ്രോബ്ലം ഏരിയ. സോ ചാപ്റ്റർ നമ്പർ 1, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന് ഒരു അവതാരിക, ഇതാണ് ചാപ്റ്ററിന്റെ പേര്. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് മാർച്ച് 2020 കഴിഞ്ഞ വർഷം ചോദിച്ചൊരു ചോദ്യമാണ്. വാട്ട് ആർ ദി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്? അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെ? അടുത്തത്, ഓർ ദി പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് അക്കൗണ്ടിങ് ഇസ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു ഫെസിലിറ്റേറ്റ് ബിസിനസ് ഡിസിഷൻസ്. മെൻഷൻ എനി 4 ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. 4 മാർക്കിന്റെ ചോദ്യം, അതിന്റെ മുകളിലത് 3 മാർക്കിന്റെ ചോദ്യം. 2 ചോദ്യങ്ങളുണ്ടായിരുന്നു. 10 വർഷത്തിന്റെ ഇടവേളയിലുണ്ടായ 2 ചോദ്യങ്ങളാണ്. സോ മീനിങ് ഓഫ് അക്കൗണ്ടിങ്, ഇത് നിങ്ങളൊക്കെ പഠിച്ചത്, നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്ത മീനിങ് തന്നെയാണ്. ദി അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻസ് had defined accounting as the recording, classifying and summarizing in a significant manner and in terms of money, transactions and events which are in part at least of financial character and interpreting the results thereof. ഇതാണ് AICPA തന്നിട്ടുള്ള ഡെഫിനിഷൻ. രേഖപ്പെടുത്തൽ, തരംതിരിക്കൽ, സംഗ്രഹിക്കൽ ഇൻ എ സിഗ്നിഫിക്കന്റ് മാനർ എന്ന് പറഞ്ഞാൽ ഇൻ എ സീരിയസ് മാനർ, ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി, പണത്തിന്റെ മൂല്യത്തിലാണ് ട്രാൻസാക്ഷൻസ്, ഇടപാടുകൾ, സംഭവങ്ങൾ. സാമ്പത്തിക സ്വഭാവമുള്ളത്, ഭാഗികമായെങ്കിലും സാമ്പത്തിക സ്വഭാവമുള്ളത്. അപ്പം അത് അങ്ങനെ ഭാഗികമായെങ്കിലും സാമ്പത്തിക സ്വഭാവമുള്ള ട്രാൻസാക്ഷൻസിനെ പണത്തിന്റെ മൂല്യത്തിൽ രേഖപ്പെടുത്തലും തരംതിരിക്കലും സംഗ്രഹിക്കലും വളരെ സീരിയസ് ആയ രീതിയിൽ, മീൻസ് നല്ല രീതിയിൽ തന്നെ. മാത്രമല്ല അത് വിവരിക്കലും ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്സ് thereof, അതിന്റെ ഫലം വിവരിച്ചു കൊടുക്കലും അക്കൗണ്ടിങ്ങിന്റെ കവറേജിൽ വരും. ഈ രീതിയിലാണ് അക്കൗണ്ടിങ്ങിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ ഡെഫിനിഷൻ ആണ് കരുതുന്നു. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻക്ലൂഡ് ദി ഫോളോയിങ്. എന്തൊക്കെയാണ്? മെയിൻ്റനൻസ് ഓഫ് റെക്കോർഡ്സ് ഓഫ് ബിസിനസ്, രേഖപ്പെടുത്തൽ, രേഖകൾ സൂക്ഷിക്കൽ. മെയിൻ്റനൻസ്, ബിസിനസ് ട്രാൻസാക്ഷൻസിന്റെ രേഖകൾ സൂക്ഷിക്കൽ. കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭമാണോ നഷ്ടമാണോ ഉള്ളതെന്ന് കണക്കാക്കൽ. ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ, സാമ്പത്തിക സ്ഥിതി എന്താണ്, അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ പൊസിഷൻ എന്താണ് എന്ന് ചിത്രീകരിക്കൽ. ആൻഡ് പ്രൊവൈഡിങ് ഇൻഫർമേഷൻ ടു ദ യൂസേഴ്സ്, ടു ഇറ്റ്സ് യൂസേഴ്സ്. അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പകർന്നു കൊടുക്കൽ. 4. രേഖപ്പെടുത്തൽ, ലാഭവും നഷ്ടവും കണക്കാക്കൽ, സാമ്പത്തിക സ്ഥിതി ചിത്രീകരിക്കൽ, വേണ്ട വിവരങ്ങൾ അത് ഉപയോഗിക്കുന്നവർക്ക്, അക്കൗണ്ടിങ് ഉപയോഗിക്കുന്നവർക്ക് നൽകൽ. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. 4. Accounting is used for the maintenance of systematic record of all all financial transactions in book of accounts. കണക്ക് പുസ്തകത്തിൽ, ബുക്സ് ഓഫ് അക്കൗണ്ട്സിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ റെക്കോർഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യും. Calculation of profit and loss. Another objective of accounting is to ascertain the profit earned or loss sustained by a business during an accounting period. ലാഭമാണോ നഷ്ടമാണോ ഉണ്ടായിട്ടുള്ളത് ഒരു പ്രത്യേക അക്കൗണ്ടിങ് പീരീഡിൽ എന്ന് കണ്ടെത്തൽ മറ്റൊരു ലക്ഷ്യമാണ് അക്കൗണ്ടിങ്ങിന്റെ. ദിസ് ക്യാൻ ബി അസർട്ടൈൻഡ് ബൈ പ്രിപ്പയറിംഗ് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദി പീരീഡ്, അല്ലെങ്കിൽ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ പീരീഡ് എന്ന് പറയാം. ഡെപിക്ഷൻ ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ. Accounting also aims at ascertaining the financial position of the business concern. This can be ascertained by preparing a statement known as balance sheet. ഇതിന് കൂടെ എന്തുകൂടി എഴുതി വെക്കുന്ന നല്ലതാണ്. ഫിനാൻഷ്യൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അസറ്റ് ലയബിലിറ്റി ക്യാപിറ്റൽ പൊസിഷൻ എന്നാണ്. ഇത് ചിത്രീകരിക്കൽ, എത്രമാത്രം ആസ്തിയുണ്ട്, എത്രമാത്രം ബാധ്യതയുണ്ട്, എത്രയാണ് മൂലധനമുള്ളത് എന്ന്
ഒരു പ്രത്യേക ദിവസം എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് കാണിക്കലാണ്. പ്രൊവൈഡിങ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ടു ഇറ്റ്സ് യൂസേഴ്സ്. അക്കൗണ്ടിങ് റെക്കോർഡ്സ് provides meaningful information to the internal users and external users. Accounting records എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? അർത്ഥവത്തായ വിവരം അതിൻ്റെ ഇന്റേണൽ എക്സ്റ്റേണൽ യൂസേഴ്സിന്, അക്കൗണ്ടിങ് യൂസ് ചെയ്യുന്ന ആളുകൾക്ക് അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രൊവൈഡ് ചെയ്യും. സോ ഈ 4 നിർബന്ധമായും പഠിക്കുക. ഒരു ഇതേപോലെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നില്ല, ബട്ട് ഒരു നല്ല ഒരു എക്സ്പ്ലനേഷൻ തന്നെ കൊടുക്കുകയും ചെയ്യാം. അല്ല പോയിന്റ്സ് മാത്രം എഴുതുകയാണെങ്കിൽ പകുതി മാർക്കേ കിട്ടുള്ളൂ. നിങ്ങൾ എന്തെങ്കിലും ഒരു സെന്റൻസ് എങ്കിലും ഒരു പിന്നെ എക്സ്പ്ലനേഷനായി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും എന്ന് പ്രത്യേകമായി തന്നെ ഓർക്കുക. അപ്പോൾ ചിലപ്പോൾ തിയറി പഠിക്കുന്ന ആൾക്കാർ എളുപ്പത്തിന് വേണ്ടി പോയിന്റ്സ് മാത്രം പഠിച്ചു വെക്കും. ബട്ട് പോയിന്റ്സ് മനസ്സിലാക്കി പഠിച്ചു വെക്കുകയും നിങ്ങൾ ആ മനസ്സിലായത് എഴുതി വെക്കുകയും കൂടി ചെയ്താൽ ഇതേ സെന്റൻസ് തന്നെ എഴുതണമെന്നൊന്നുമില്ല. എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. പ്രത്യേകം ഓർക്കുക, പോയിന്റ്സ് മാത്രം എഴുതിയാൽ പകുതിയെ കിട്ടുകയുള്ളൂ. ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ. മാർച്ച് 2014, 15, 17 വർഷങ്ങളിലൊക്കെ അത് ചോദിച്ചാണ്. എല്ലാ വർഷങ്ങളിലും തന്നെ പൊതുവെ ചോദിക്കാറുണ്ട്. ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു: റിലയബിലിറ്റി ഈസ് വൺ ഓഫ് ദ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. ഗീവ് 2 more such features. 2 മാർക്കിന്റെ റിലയബിലിറ്റി ഒരു ക്വാളിറ്റേറ്റീവ് ഫീച്ചറാണ്, മറ്റ് 2 കൂടി തരാം. ദ ക്രെഡിറ്റേഴ്സ് ആൻഡ് ബാങ്കേഴ്സ് നീഡ് qualitative accounting information for taking appropriate decision. What qualitative features do they expect in accounting information? Qualitative features എന്തൊക്കെയാണ്? അത് എന്തൊക്കെയാണെന്ന് ലിസ്റ്റ് ചെയ്താൽ മതി. Accounting possesses certain qualitative features. ലിസ്റ്റ് them. നേരിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. ഈ സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾ ക്വാളിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ ഫീച്ചേഴ്സ് ആണ് എഴുതേണ്ടത്. റിലയബിലിറ്റി, നമുക്ക് റിലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിപ്പെൻഡബിലിറ്റി, നമുക്ക് ആശ്രയിക്കാൻ പറ്റും. ആശ്രയിക്കാൻ പറ്റുന്ന ആരെയാണ്? നമുക്ക് വിശ്വാസമുള്ളതിനെയാണ്. അടുത്ത റെലവൻസ്, നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിരിക്കണം. അല്ലാതെ പിന്നെ അപ്രസക്തമായ വിവരങ്ങൾക്ക് അക്കൗണ്ടിങ്ങിന്റെ വേൾഡിൽ അല്ലെങ്കിൽ ബിസിനസിന്റെ വേൾഡിൽ യാതൊരു പ്രസക്തിയുമില്ല, അല്ലെങ്കിൽ വേറൊരു സാധ്യതയും ഇല്ല. അണ്ടർസ്റ്റാൻഡബിലിറ്റി, മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കണം. കമ്പയറബിലിറ്റി, നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇതൊക്കെയാണ് 4 പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ്. ഇത് ആവർത്തിച്ച് വരുന്ന ചോദ്യങ്ങളായതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഓർക്കുക. റിലയബിലിറ്റി മീൻസ് ദ യൂസേഴ്സ് മസ്റ്റ് ബി ഏബിൾ ടു ഡിപ്പെൻഡ് ഓൺ ദി ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്യാൻ സാധിക്കണം, ആശ്രയിക്കാൻ സാധിക്കണം. എ റിലയബിൾ ഇൻഫർമേഷൻ ഷുഡ് ബി ഫ്രീ ഫ്രം എറർ ആൻഡ് ഫെയ്ത്ത്ഫുള്ളി റെപ്രസെന്റ്സ് വാട്ട് ഈസ് meant to represent. അപ്പോൾ ഇൻഫർമേഷന് ഫെയ്ത്ത്ഫുൾനെസ് ഉണ്ടായിരിക്കണം, വിശ്വാസ്യത ഉണ്ടായിരിക്കണം. എന്തിനെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിനെപ്പറ്റി ട്രൂ ആൻഡ് ഫെയർ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കണം. അതിൽ ഫ്രീ ഫ്രം എറർ ആയിരിക്കണം, തെറ്റുകൾ ഉണ്ടാവാൻ പാടില്ല. അതാണ് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ. അപ്പോൾ ഏതൊരു ഇൻഫർമേഷനും റിലയബിൾ ആയിരിക്കണം, പ്രത്യേകിച്ച് അക്കൗണ്ടിങ്ങിന്റെ വേൾഡിൽ. റെലവൻസ്, ടു ബി റെലവൻറ്റ് ഇൻഫർമേഷൻ മസ്റ്റ് ബി അവൈലബിൾ ഇൻ ടൈം. കൃത്യസമയത്ത് ഇൻഫർമേഷൻ അവൈലബിൾ ആവണം. ഇറ്റ് മസ്റ്റ് ഹെൽപ്പ് ഇൻ പ്രെഡിക്ഷൻ ആൻഡ് ഫീഡ്ബാക്ക്. നമുക്ക് പ്രവചനത്തിനും അത് ഒരു ഫീഡ്ബാക്ക് എടുക്കാനൊക്കെ സഹായിക്കുന്നതായിരിക്കണം അത്തരം ഇൻഫർമേഷൻ. അപ്പം റെലവൻ്റ് ആയിരിക്കണം, ടൈംലി ആയിരിക്കണം, കൃത്യസമയത്ത് നമുക്ക് ലഭ്യമാവണം എന്നത് പ്രത്യേകമായി ഓർക്കുക. രണ്ടാമത്തത് റെലവൻസ്. ഒരു ഇൻഫർമേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമാവുന്നത് അത് കൃത്യസമയത്ത് ലഭിക്കുമ്പോഴാണ്. ഓക്കെ, അടുത്തത് അണ്ടർസ്റ്റാൻഡബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി capable of being understood by all its users. Must be capable of being understood by all its features. എല്ലാവരാലും മനസ്സിലാക്കുന്ന സിമ്പിൾ വേയിലായിരിക്കണം അത് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. അണ്ടർസ്റ്റുഡ് ബൈ ഓൾ ഇറ്റ്സ് യൂസേഴ്സ്. എല്ലാവരാലും മനസ്സിലാക്കാൻ പറ്റുന്നു. അതിൻ്റെ പിന്നെ സിമ്പിൾ വേർഡ്സിൽ തന്നെ അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവണം എന്നുള്ളതാണ്. കമ്പയറബിലിറ്റി. അക്കൗണ്ടിങ് ഇൻഫർമേഷൻ മസ്റ്റ് ബി കമ്പയറബിൾ ഫ്രം വൺ പീരീഡ് ടു അനദർ or from one firm to another. താരതമ്യം ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഒരു സ്ഥാപനത്തിന്റെ 2019 ഇൻഫർമേഷനും 2020 ഇൻഫർമേഷൻ തമ്മിൽ നമുക്ക് താരതമ്യം നടത്താൻ പറ്റണം. അതേപോലെ തന്നെ എ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ കണക്കുകൾ ബി എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ കണക്കുകളുമായി താരതമ്യപ്പെടുത്താനും നമുക്ക് സാധിക്കണം. അങ്ങനെ താരതമ്യ പഠനത്തിന് ഉതകുന്ന വിധത്തിലായിരിക്കണം അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഉണ്ടായിരിക്കേണ്ടത്. സോ ദീസ് ആർ ദ 4 qualitative characteristics of accounting information. ബേസിക് ടേംസ് ഇൻ അക്കൗണ്ടിങ് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദങ്ങളാണ്.
Classify the following items as revenue, expense, gain, and profit. Profit on sale of investment. Revenue ആണോ, എക്സ്പെൻസ് ആണോ, ഗെയിൻ ആണോ, പ്രോഫിറ്റ് ആണോ? അത് ഗെയിൻ ആണ്. കാരണം ഈ നമ്മൾ വിചാരിക്കുക അത് പ്രോഫിറ്റ് ആണ് എന്ന് നമുക്ക് തോന്നും, റവന്യൂ ആണെന്ന് തോന്നും. ഈ മൂന്ന് സാധ്യത ഉണ്ട്. എക്സ്പെൻസ് ആണെന്ന് പൊതുവെ തോന്നില്ല. റവന്യൂ, ഗെയിൻ, പ്രോഫിറ്റ്. നമ്മൾ ഒരു അസറ്റ് ക്യാൻ ബി മെഷീനറി, ലാൻഡ്, ഫേർണിച്ചർ, ഇൻവെസ്റ്റ്മെന്റ്, വെഹിക്കിൾ, അങ്ങനെ എന്ത് വേണമെങ്കിൽ ഈ അസറ്റ് വിറ്റ് കിട്ടുന്ന ലാഭം, പ്രത്യേക ഓർക്ക ലാഭം, ആ ലാഭം എന്ന് പറയുന്നത് ഗെയിൻ എന്നുള്ള കാറ്റഗറിയിലാണ് ഉൾപ്പെടുത്തേണ്ടത്. അടുത്ത നമുക്ക് ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഇൻട്രസ്റ്റ് റിസീവ്ഡ് എന്ന് പറയുന്നത് ഒരു റവന്യൂ ആണ്. എന്തല്ല, അതൊരിക്കലും പ്രോഫിറ്റ് അല്ല, പക്ഷെ അതിനെ ഒരു റവന്യൂ ആയിട്ടാണ് നമ്മൾ കണക്കാക്കേണ്ടത്. കാരണം അത് റെഗുലറായി കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട്, സ്ഥിരമായി കിട്ടുന്നതാണ് എന്നുള്ളത് കൊണ്ട്. അടുത്ത ഗുഡ്സ് സോൾഡ് അറ്റ് എബവ് കോസ്റ്റ്. നമ്മൾ ബിസിനസ് നടത്തുന്നത് ഈ ഗുഡ്സ് വിൽക്കാൻ വേണ്ടിയിട്ടാണല്ലോ. ഒരു പ്രത്യേക ലൈൻ ഓഫ് പ്രൊഡക്റ്റിലായിരിക്കും ഓരോ ബിസിനസ്സും കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അവർ റെഗുലറായി വിൽപ്പന നടത്തും. ആ വിൽപ്പന നടത്തുമ്പോൾ അവർക്കുണ്ടായ ചെലവിനേക്കാളും കൂടിയ തുകയൊക്കെ ആയിരിക്കും മിക്കവാറും വിൽക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടാവുന്ന പിന്നെ നമുക്കുണ്ടാവുന്ന അധിക വരുമാനം, അപ്പം അതിനെ നമ്മൾ എന്ത് വിളിക്കണം? അത് സ്ഥാപനത്തിന്റെ യഥാർത്ഥ ലാഭമാണ്, പ്രോഫിറ്റ്. നൗ ഡിപ്രീസിയേഷൻ ഈസ് എൻ എക്സ്പെൻസ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ഒരു ചെലവാണ്. പ്രോഫിറ്റും എക്സ്പെൻസും തമ്മിൽ നമ്മൾ റിലേറ്റ് ചെയ്യിക്കാറ്, റവന്യൂവും എക്സ്പെൻസും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കാറുണ്ട്. ഓക്കെ, അത് ചെലവാണ്. ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ചെലവാണ്. അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്, സാലറി എന്ന് പറയുന്നത്, റെന്റ് പെയ്ഡ് എന്ന് പറയുന്നത് ഒക്കെ ചെലവുകളാണ്. ഈ രീതിയിലുള്ള ഒരു കാറ്റഗറൈസേഷൻ ഇംപ്രൂവ്മെന്റ് എക്സാമിനേഷൻ 2018 ചോദിച്ചതാണ്. എ സ്റ്റുഡന്റ് ഓഫ് +1 കൊമേഴ്സ് ആഫ്റ്റർ ഗോയിങ് ത്രൂ ദ ടോപ്പിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആൻഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഹാസ് ക്ലാസിഫൈഡ് സർട്ടൻ എക്സ്പെൻഡിച്ചർ ആസ് ഗിവൺ ബിലോ. താഴെ പറയുന്ന രീതിയിൽ കാറ്റഗറൈസ് ചെയ്തു. നമ്മളൊരു +1 സ്റ്റുഡന്റ് കാറ്റഗറൈസ് ചെയ്തു. അയാൾ കണ്ടെത്തിയത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനെ ലിസ്റ്റ് ചെയ്തത് മെഷീനറി പർച്ചേസ്ഡ്, മെഷീനറി വാങ്ങിയത്, ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി, ഗുഡ്സ് പർച്ചേസ്ഡ്. ഇത് മൂന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് അയാൾ പറയുന്നത്. അതേപോലെ റവന്യൂ എക്സ്പെൻഡിച്ചർ താഴെ പറയുന്നതാണെന്നാണ് അയാളുടെ നിഗമനം. സെയിൽ ഓഫ് ലാൻഡ്, ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി, റെന്റ് പെയ്ഡ്. ഇത് ഒരു ഒറ്റൊന്നാണ്. ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി സ്ഥാപിക്കാനുള്ള ചെലവ്. ഈ ലാൻഡ് വിറ്റത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്, റെന്റ് പേ ചെയ്തത് റവന്യൂ എക്സ്പെൻഡിച്ചർ ആണെന്നാണ് കരുതുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മുടെ മുന്നിൽ 3 ഐറ്റംസ് ആണ്. 3 ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, 3 റവന്യൂ എക്സ്പെൻഡിച്ചർ. ഡു യു അഗ്രി വിത്ത് ദിസ് ക്ലാസിഫിക്കേഷൻ? ഇഫ് നോട്ട്, കറക്റ്റ് ആണ്. ഇത്തരം ചോദ്യങ്ങൾ നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. ഇപ്പൊ ഇവിടെ യെസ് ഓർ നോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും എഴുതണം. ഡു യു അഗ്രി എന്ന് വെച്ചാൽ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് തെറ്റാണ്. ഇതിന് മുന്നേ നിങ്ങൾക്ക് ഒരു ചാർട്ടൊക്കെ വരച്ച് തന്നിട്ട് റവന്യൂ, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാം എന്ന് ഇതിൻ്റെ ഒരു ക്ലാസ് ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒന്ന് വ്യൂ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൃത്യമായ ഒരു ധാരണ തന്നെ കിട്ടും. അപ്പോൾ ഇത് നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ റോങ് ആണ്. അതുകൊണ്ട് ഡു യു അഗ്രി എന്ന് വെച്ചാൽ നോ എന്ന് തന്നെ എഴുതണം. കാരണം അതിന് ഒരു 1/2 മാർക്കെങ്കിലും നിങ്ങൾക്ക് കിട്ടും നോ എന്ന് എഴുതിയാൽ. ഇഫ് നോട്ട്, കറക്റ്റ് ചെയ്യുമ്പോഴാണ് മെഷീനറി പർച്ചേസ് ഡെഫിനറ്റ്ലി ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ഓക്കെ, പിന്നെ ഈ കൂട്ടത്തിൽ ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി, അതും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇത് 2 ഉള്ളൂ. ബാക്കിയൊക്കെ ആവർത്തന സ്വഭാവമുള്ളതാണ്, കമ്പാരിറ്റീവ്ലി സ്മോളർ എമൗണ്ട് ഇൻവോൾവ് ആണ്, അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് 1 കൊല്ലം മാത്രം നീണ്ടു നിൽക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. 1 കൊല്ലം മാത്രമേ അതിന്റെ 1 കൊല്ലമോ അതിൽ താഴെയോ മാത്രമേ അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ഉള്ളൂ എങ്കിൽ, അതിൽ കമ്പാരിറ്റീവ്ലി സ്മോളർ എമൗണ്ട് ആണ് ഇൻവോൾവ് ചെയ്തിട്ടില്ലെങ്കിൽ, അത് റിപ്പീറ്റേറ്റീവ് നാച്ചർ ഉള്ളതാണെങ്കിൽ, ആവർത്തന സ്വഭാവമുള്ളതാണ്. ഇതൊക്കെ ആവർത്തന സ്വഭാവമുള്ളതാണ്. എന്നാൽ ഇത് രണ്ടും, ഇത് ഇൻസ്റ്റലേഷൻ ചാർജ് താരതമ്യേന ചെറിയ എമൗണ്ട് ആണ്, പക്ഷേ ഇറ്റ് ഈസ് കസ്റ്റമറി ടു ട്രീറ്റ് ഇൻസ്റ്റലേഷൻ ചാർജ് ഓൺ മെഷീനറി ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഇത് ഇതിൻ്റെ ഒരു പതിവാണ്. കാരണം മെഷീനറിയുടെ വില വർദ്ധിപ്പിക്കുന്നു ഈ ഇൻസ്റ്റലേഷൻ ചാർജ് എന്നാണ് സങ്കല്പം. ഓക്കെ, നമ്മൾ 2ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കും. തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. ഒന്നാമത്തത് ബേസിക് അക്കൗണ്ടിങ് കോൺസെപ്റ്റ് എന്നുള്ള ടോപ്പിക്കാണ്. ഇത് നമുക്ക് 7ഓളം അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പരിചയപ്പെടാം. ഒന്ന് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇതിൽ വളരെ ഇൻഡയറക്റ്റ് ആയിട്ട് രീതിയിൽ ചോദ്യങ്ങൾ ചോദിച്ചേക്കാം. ഒന്നാമത്തത്, വിച്ച് അസംപ്ഷൻ ഓഫ് അക്കൗണ്ടിങ് സ്റ്റേറ്റ്സ് ദാറ്റ് ദ ക്യാപിറ്റൽ സപ്ലൈഡ് ബൈ ദ പ്രൊപ്രൈറ്റർ ഇസ് എ ലയബിലിറ്റി ടു ദ ബിസിനസ്. ഡിസ്ക്രൈബ് ഇറ്റ് ഇൻ 1 or 2 സ്റ്റേറ്റ്മെന്റ്സ്. നമ്മുടെ സ്ഥാപനം സ്വീകരിക്കുന്ന ക്യാപിറ്റൽ, ഉടമസ്ഥന്റെ അടുത്തുനിന്ന് നമുക്ക് സ്ഥാപനത്തിന് കിട്ടുന്നത് ക്യാപിറ്റലാണ്, അത് ലയബിലിറ്റി ആണെന്ന് പറയുന്ന
പ്രിൻസിപ്പിൾ ഏതാണ് അല്ലെങ്കിൽ അസംഷൻ ഏതാണ് എന്നാണ് വിവരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പേരാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, എക്കണോമിക് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഇങ്ങനെ പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ്, ഇങ്ങനെ 3 അക്കൗണ്ടിങ്, ബിസിനസ്, എക്കണോമിക് എൻറ്റിറ്റി കോൺസെപ്റ്റ്, 3 സബ്ജക്റ്റാണ് അതിൻ്റെ പേരുകൾ. The concept of business entity assumes that business has a distinct and separate entity from its owners. ഓണേഴ്സിൽ നിന്നും വിഭിന്നവും വേറിട്ടതുമായ ഒരു നിലനിൽപ്പ്, ഒരു ഐഡന്റിറ്റി ബിസിനസ്സിനുണ്ട് എന്ന് ഉറപ്പിച്ച് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് ബിസിനസ് എൻറ്റിറ്റി കോൺസെപ്റ്റ്. ഇറ്റ് മീൻസ് ദാറ്റ് for the purpose of accounting, the business and its owners are to be treated as 2 separate entities. Example, capital is treated as liability of business to the owner. ബിസിനസ്സും ബിസിനസ്മാനും രണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓണർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ സ്ഥാപനത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ബാധ്യതയാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് വേണം സങ്കല്പിക്കാൻ. അടുത്ത മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. പണത്തിന്റെ മൂല്യത്തിൽ വേണം ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത് എന്ന് ഇതിന്റെ ഏറ്റവും ഷോർട്ടായിട്ട് നമുക്ക് പറയാം. In a meeting, the general manager appreciate the sales department's achievement of 25 lakh rupees sales during the year 2015. But this activity of the general manager is not recorded in the accounts of the business. അപ്പോൾ പിന്നെ ഒരു മീറ്റിംഗിൽ ജനറൽ മാനേജർ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ അച്ചീവ്മെന്റ് 25 ലക്ഷം രൂപ 2015 സെയിൽസ് ഉണ്ടാക്കി എന്നുള്ള അച്ചീവ്മെന്റ് പിന്നെ അപ്രീഷിയേറ്റ് ചെയ്തു, പുകഴ്ത്തി. പക്ഷേ ഈ പിന്നെ മാനേജറുടെ ഈ ആക്ടിവിറ്റി അല്ലെങ്കിൽ സെയിൽസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഈ ഒരു പെർഫോമൻസ് ഇങ്ങനെ അപ്രീസിയേഷൻ കിട്ടിയത് നമുക്ക് അക്കൗണ്ട് ബുക്കിൽ എഴുതി വെക്കാൻ പറ്റില്ല. അവരുടെ മിനിറ്റ്സിലൊക്കെ എഴുതി വെക്കായിരിക്കും, മീറ്റിംഗിന്റെ മിനിറ്റ്സ് ഉണ്ടാവും, മിനിറ്റ്സിലൊക്കെ എഴുതി വെക്കായിരിക്കും. പക്ഷെ അക്കൗണ്ട് ബുക്കിൽ എഴുതാൻ പറ്റില്ല. എന്താണ്? ഐഡന്റിഫൈ ദി അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ ഓൺ ബേസിസ് ഓഫ് അതായത് അപ്രീസിയേഷൻ എന്നുള്ള ആക്ടിവിറ്റി. ഇത് പിന്നെ എഴുതാൻ പാടില്ല എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണ്? എക്സ്പ്ലെയിൻ ദി അബവ് പ്രിൻസിപ്പിൾ. 2 പേര് എഴുതണം, അതിനെ എക്സ്പ്ലെയിൻ ചെയ്യണം. Money measurement concept. The concept of money measurement states that only those transactions and happenings in an organization which can be expressed in terms of money are to be recorded in the books of accounts. Example, sale of goods, 10,000 rupees. 10,000 രൂപ സാധനങ്ങൾ വിറ്റു എന്നത് നമുക്ക് എഴുതി വെക്കാം. പക്ഷേ അപ്രീസിയേഷൻ ബൈ ദി ജനറൽ മാനേജർ നമുക്ക് അക്കൗണ്ട് ബുക്കിൽ എഴുതി വെക്കാൻ പറ്റില്ല. പണത്തിന്റെ മൂല്യത്തിൽ ഉള്ള പ്രവർത്തനങ്ങൾ മാത്രമേ നമുക്ക് അക്കൗണ്ട് ബുക്കിൽ എഴുതി വെക്കാൻ പറ്റുള്ളൂ. ഇതാണ് മണി മെഷർമെന്റ് കോൺസെപ്റ്റ് പറയുന്നത്. പണത്തിന്റെ മൂല്യത്തിൽ രേഖപ്പെടുത്താം. മണിയിൽ ഇൻ ടേംസ് ഓഫ് മണി മെഷർ ചെയ്യാൻ പറ്റുന്ന ട്രാൻസാക്ഷൻ മാത്രം. അടുത്ത നമുക്ക് ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. ഗോയിങ് കൺസേൺ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ബിസിനസ് വിൽ ഗോ ഓൺ എന്നുള്ളതാണ്. ഫിക്സ്ഡ് അസറ്റ്സ് ആർ റെക്കോർഡഡ് അറ്റ് ഒറിജിനൽ കോസ്റ്റ് ആൻഡ് ഈസ് ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ് അറ്റ് കോസ്റ്റ്ലെസ് ഡിപ്രീസിയേഷൻ. ദി അണ്ടർലൈങ് കോൺസെപ്റ്റ് ഹിയർ ഈസ് ഡാഷ്. Accounting entity, going concern, accounting period, money measurement. One score. Answer, going concern. ഫിക്സഡ് അസറ്റ് അതിന്റെ ഒറിജിനൽ കോസ്റ്റ്, അതായത് വാങ്ങിയ വിലയിൽ റെക്കോർഡ് ചെയ്യുകയും പിന്നെ ഓരോ വർഷവും അതിന്റെ ഡിപ്രീസിയേഷൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ചാർജ് ചെയ്തിട്ട് അതാത് വർഷത്തെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ അസറ്റ് എന്ന് ഈ തേയ്മാനം കുറച്ച് ഇങ്ങനെ കാണിക്കുകയും കാലക്രമേണ അസറ്റ് ഇല്ലാതാവുകയും ചെയ്യുന്ന സാഹചര്യം. അത് പിന്നെ ആ ഒരു പ്രാക്ടീസ് എന്തുകൊണ്ടാണ് നടത്തുന്നത് വെച്ചാൽ ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ടാണ്. ഗോയിങ് കൺസേൺ കോൺസെപ്റ്റ്. അടുത്ത നമുക്ക് അക്കൗണ്ടിങ് പീരീഡ് കോൺസെപ്റ്റ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു മാച്ചിങ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളത്. എ കമ്പനി ഫോളോസ് ദ സെയിം മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ ഫോർ ലാസ്റ്റ് 5 years. 3 പ്രിൻസിപ്പിൾ ഉണ്ട്. ഒരു കമ്പനി അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഒരേ മെത്തേഡ് തന്നെ സ്വീകരിക്കുന്നു എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഏതാണെന്നാണ്. അതിൽ ആദ്യത്തത് കൺസിസ്റ്റൻസി എന്ന പ്രിൻസിപ്പിളാണ്. ഒരേ മെത്തേഡ്, കൺസിസ്റ്റൻസി. എ ഫേം അസർട്ടൈൻ പ്രോഫിറ്റ് ഓർ ലോസ് അറ്റ് ദി എൻഡ് ഓഫ് ഈച്ച് ഇയർ. ഓരോ കൊല്ലത്തിന്റെ അവസാനവും ബിസിനസ് അതിന്റെ ലാഭവും നഷ്ടവും കണക്കാക്കണം എന്ന് പറയുന്നത് അക്കൗണ്ടിങ് പീരീഡ്. എ ഫേം റെക്കോർഡ്സ് പർച്ചേസ് ഓഫ് അസറ്റ്സ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓൺലി. അതിന്റെ കോസ്റ്റ് പ്രൈസിൽ മാത്രമേ റെക്കോർഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നത് കോസ്റ്റ് കോൺസെപ്റ്റാണ്. All prepaid expenses are deducted from the total expenses paid. മാച്ചിങ് കോൺസെപ്റ്റ് ആണ്. എല്ലാ പ്രീപെയ്ഡ് എക്സ്പെൻസസും അതിന്റെ ടോട്ടൽ എക്സ്പെൻസ് നിന്ന് മൈനസ് ചെയ്യണം. കാരണം പ്രീപെയ്ഡ് എന്ന് പറയുമ്പോൾ അടുത്ത കൊല്ലത്തേക്കുള്ളതാണ്. അപ്പോൾ അത് ഈ കൊല്ലവുമായി ബന്ധപ്പെട്ടതല്ല. ഈ കൊല്ലത്തെ റവന്യൂ അത് മൈനസ് ചെയ്യരുത്, അത് വരും കൊല്ലത്തേക്ക് മാറ്റി വെക്കണം എന്ന് പറയുന്നതാണ് മാച്ചിങ് കോൺസെപ്റ്റ്. ഡുവൽ ആസ്പെക്ട് കോൺസെപ്റ്റ്. Which one of the following principle of accounting helps to equate the assets of firm firm with its liabilities? താഴെ പറയുന്നതിൽ ഏത് പ്രിൻസിപ്പിളാണ് പിന്നെ അസറ്റിനെ ലയബിലിറ്റി ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നത്, അങ്ങനെ ആ രീതിയിൽ ഒരു ഇക്വാലിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? ഫുൾ ഡിസ്ക്ലോഷർ പ്രിൻസിപ്പിൾ ആണോ, ഡുവാലിറ്റി പ്രിൻസിപ്പിൾ ആണോ, മാച്ചിങ് പ്രിൻസിപ്പിൾ ആണോ, കോസ്റ്റ് പ്രിൻസിപ്പിൾ ആണോ? ഡെഫിനറ്റ്ലി
ഡുവാലിറ്റി പ്രിൻസിപ്പിളാണ്. ദി അക്കൗണ്ടിങ് ഇക്വേഷൻ ഈസ് ബേസ്ഡ് ഓൺ അക്കൗണ്ടിങ് ഇക്വേഷൻ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ്? തീർച്ചയായിട്ടും ഡുവൽ ആസ്പെക്ട് പ്രിൻസിപ്പിൾ തന്നെയാണ് ആൻസർ. അതൊക്കെ ഒരു മാർക്കിൻ്റെയാണ്. ഡുവാലിറ്റി അപ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ പ്രിൻസിപ്പിൾ, എന്തായാലും ചോദിക്കുന്നതാണ്. ഡുവാലിറ്റി ഈസ് വൺ ഓഫ് ദ ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിങ്. ദ റിസീവിംഗ് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ഡെബിറ്റ് ആസ്പെക്ട് ആൻഡ് ഗിവിംഗ് ആസ്പെക്ട് ഓഫ് ട്രാൻസാക്ഷൻ ഈസ് കോൾഡ് ക്രെഡിറ്റ് ആസ്പെക്ട്. ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് ആൻസർ. അടുത്ത് നോക്കൂ, ന്യൂട്ടൺ സയന്റിഫിക് തിയറി ടെൽസ് ദാറ്റ് ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ന്യൂട്ടന്റെ സയന്റിഫിക് തിയറി നമ്മളോട് പറയുന്നു ഓരോ പ്രവർത്തനത്തിനും അതിന് തുല്യവും ഓപ്പോസിറ്റ് ആയതുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഐഡന്റിഫൈ ദി അക്കൗണ്ടിംഗ് പ്രിൻസിപ്പിൾ വിച്ച് ഈസ് ഓൾമോസ്റ്റ് സിമിലർ ടു ദ തിയറി ആൻഡ് എക്സ്പ്ലെയിൻ. അതിന്റെ ആൻസർ ഡുവാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. ഡുവൽ ആസ്പെക്ട് ഈസ് ദി ഫൗണ്ടേഷൻ ഓഫ് ഓർ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് അക്കൗണ്ടിംഗ്. This concept states that every transaction has a dual or twofold effect and should therefore be recorded at two places. In other words, at least two accounts will be involved in recording transaction. ഓരോ ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ട് രണ്ട് അക്കൗണ്ട്സ് ഉണ്ടായിരിക്കും. ഒന്ന് ഡെബിറ്റ് ആയിരിക്കും. ഫോർ എവറി ഡെബിറ്റ് ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് കറസ്പോണ്ടിങ് ക്രെഡിറ്റ്. മുകളിൽ പറഞ്ഞതിന് തുല്യമായിട്ടുള്ള പിന്നെ ഒരു സെന്റൻസ് ആണിത്. ന്യൂട്ടന്റെ തിയറിയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സെന്റൻസ് ആണ്. One aspect is debit and the other one is credit. For every debit, there is an equal and corresponding credit. Every transaction has two aspects which will be recorded in the books of accounts. Identify and explain the accounting concept referred to the above by giving suitable examples. ഓരോ ട്രാൻസാക്ഷൻ രണ്ട് ആസ്പെക്ട്സ് ഉണ്ട്, അത് ബുക്ക് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. വിത്ത് ഏതാ പ്രിൻസിപ്പിൾ? ഡുവാലിറ്റി. നരേറ്റ് വിവരിക്കാൻ ചെയ്യും. The transaction which affect only the asset side of an accounting. Accounting equation എന്ന ടോപ്പിക് പഠിച്ച ആളുകൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. Dual aspect is the foundation or basic principle of accounting. This concept states that every transaction has a dual or twofold effect and should therefore be recorded at two places. In other words, at least two accounts will be involved in recording a transaction. Example, Vaishak started business with 2 lakh rupees. This will result in an increase in asset cash by 2 lakh, and at the same time owners equity capital will also be increased by an equal amount. The accounting question rendu vashakal, asset plus liabilities, asset is equal to liability plus capital. പക്ഷേ ഈ അസറ്റ് സൈഡിനെ മാത്രം സ്വാധീനിക്കുന്നതാണെങ്കിൽ ഒരു ഇക്വേഷൻ ഒരു വശം മാത്രമാണെങ്കിൽ ക്യാഷ് ഡിപ്പോസിറ്റഡ് ഇൻ ടു ബാങ്ക്, അതാണ് അതിന്റെ ആൻസർ. അതായത് ക്യാഷും ബാങ്കും ബോത്ത് ആർ അസറ്റ്സ്. ക്യാഷ് പിന്നെ കുറയുകയും ബാങ്ക് ബാലൻസ് കൂടുകയും ചെയ്യും. അതാണ് അടുത്ത ക്വസ്റ്റിന്റെ ആൻസർ. അടുത്ത മാച്ചിങ് കോൺസെപ്റ്റിനെ പറ്റിയാണ്. സ്റ്റേറ്റ് ദി റിലവന്റ് പ്രിൻസിപ്പൽ കോൺസെപ്റ്റ്. 5 മാർക്ക്. ഇതിൽ ഒരു മാച്ചിങ് കോൺസെപ്റ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഓണർ ആൻഡ് ബിസിനസ് ഹാവ് സെപ്പറേറ്റ് എക്സിസ്റ്റൻസ്. തീർച്ചയായിട്ടും ബിസിനസ് എൻറ്റിറ്റി ഓർ അക്കൗണ്ടിങ് എൻറ്റിറ്റി കോൺസെപ്റ്റ് ഓർ എക്കണോമിക് എൻറ്റിറ്റി, 3 എണ്ണവും സെയിം ആണ്. റെക്കോർഡിംഗ് മോണിറ്ററി ഈവൻസ് ഓൺലി. തീർച്ചയായിട്ടും മണി മെഷർമെന്റ് കോൺസെപ്റ്റ്. ബിസിനസ് ഹാസ് ഗോട്ട് an indefinite life, going concern concept. Follow the same accounting practices year after year, consistency principle. Stock is valued at cost or market price, whichever is less, conservatism principle. Compare expenses, അത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ മാച്ചിങ് കോൺസെപ്റ്റ് വിത്ത് റവന്യൂസ് ഓഫ് എൻ അക്കൗണ്ടിങ്. ഒരു വർഷത്തെ ചെലവുകളും വരവുകളും തമ്മിൽ കമ്പയർ ചെയ്യണം എന്ന് പറയുന്നത്. ഇതാണ് ആൻസേഴ്സ്. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ, അതായത് പ്രോഫിറ്റ് ഷുഡ് നോട്ട് ബി ഓവർ സ്റ്റേറ്റഡ്. But at the same time, all possible losses must be taken into consideration. എല്ലാ നഷ്ടസാധ്യതകളും കണക്കിലെടുക്കണം. പക്ഷേ ലാഭം ഓവർസ്റ്റേറ്റ് ചെയ്ത് അധികമായി കാണിക്കരുത് എന്ന്. ലാഭം റെക്കോർഡ് ചെയ്യേണ്ടത് അത്ര 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം. ക്വസ്റ്റ്യൻ ഇതാണ്. അസ്ന കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് അക്യൂസ് എ പീസ് ഓഫ് ലാൻഡ് ഫോർ 2 lakh rupees for expansion purpose. സ്ഥാപനം പിന്നെ ഡെവലപ്മെന്റ് പർപ്പസിന് വേണ്ടി 2 ലക്ഷം രൂപ കൊടുത്ത് ലാൻഡ് വാങ്ങുന്നു. ആഫ്റ്റർ 5 years the value of land came to 3,50,000 rupees. And at the same time, at the time of preparing balance sheet, the accountant doesn't consider the increase in the value of asset. Do you agree with this accountant? If so, on what ground? അപ്പോൾ 2 ലക്ഷം രൂപ കൊടുത്ത് അസറ്റ് വാങ്ങി ലാൻഡ് വാങ്ങി, ഇപ്പം അതിന്റെ വില 5 കൊല്ലത്തിന് ശേഷം 3.5 ലക്ഷമായി. പക്ഷേ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസറ്റ് സൈഡിൽ ലാൻഡ് എന്ന് എഴുതിയപ്പോൾ 2 ലക്ഷം എന്ന് എഴുതിയുള്ളൂ, 3.5 ലക്ഷം എന്ന് എഴുതിയില്ല. എന്താണ് കാരണം? കാരണം തന്നെയാണ് യെസ്, അക്കോർഡിംഗ് ടു ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേറ്റിസം വൈൽ പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഓൾ പോസിബിൾ ലോസസ് ആർ ടു ബി പ്രൊവൈഡഡ് ഫോർ.
എല്ലാ നഷ്ടസാധ്യതകളും കൺസിഡർ ചെയ്യണം. ബട്ട് ഇൻകംസ് ക്യാൻ ബി റെക്കഗ്നൈസ്ഡ് ഓൺലി വെൻ ദർ ഇസ് സെർട്ടനിറ്റി. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഇൻകംസ് കൺസിഡർ ചെയ്യാൻ. ചിലപ്പോൾ ഒരു 6 മാസം കഴിഞ്ഞ് ചിലപ്പോൾ അസറ്റിന്റെ വില കുറഞ്ഞേക്കാം. അപ്പോൾ അതുകൊണ്ട് ലാൻഡിന്റെ വാല്യൂ 2 ലക്ഷം തന്നെയാണ് ഇടുന്നത്. സോ ദാറ്റ് ലാൻഡ് ഈസ് വാല്യൂഡ് അറ്റ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. അതുകൊണ്ട് തന്നെ സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം ക്ലോസിംഗ് സ്റ്റോക്കിന്റെ വാല്യൂ കണക്കാക്കുമ്പോൾ കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ ഈസ് കൺസിഡേർഡ്. ഏതാണോ കുറവ് അതാണ് എഴുതാറുള്ളത്. ഇതിനേക്കാളും സാധ്യത അത് ചോദിക്കാനാണ്. അപ്പൊ അത് എഴുതാനുള്ള കാരണം ഈ കൺസർവേറ്റീവ്സ് എന്നുള്ള പ്രിൻസിപ്പിളാണ്. സ്റ്റേറ്റ് വിച്ച് പ്രിൻസിപ്പിൾ ഓർ കോൺസെപ്റ്റ് ആർ അപ്ലിക്കബിൾ ഇൻ ദ ഫോളോയിങ് കേസസ്. ഏതൊക്കെ പ്രിൻസിപ്പിളാണ് അപ്ലിക്കബിൾ ആയത്? ക്രിയേഷൻ ഓഫ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ. അതിന്റെ മറ്റൊരു പേരാണ് പ്രൂഡൻസ്. ക്യാപിറ്റൽ ബ്രോഡ്, കാരണം എല്ലാ നഷ്ടവും ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന കിട്ടാക്കട നമ്മൾ കൺസിഡർ ചെയ്യുന്നു, എല്ലാ പോസിബിൾ ലോസസും കൺസിഡർ ചെയ്യുന്നു. ക്യാപിറ്റൽ ബ്രോഡ് ബൈ ഓണർ ഇസ് ട്രീറ്റഡ് ആസ് ലയബിലിറ്റി, ബിസിനസ് എൻറ്റിറ്റി, അക്കൗണ്ടിംഗ് എൻറ്റിറ്റി ഓർ എക്കണോമിക് എൻറ്റിറ്റി കോൺസെപ്റ്റ്. മെത്തേഡ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് നോട്ട് ചേഞ്ചിങ്. അതുകൊണ്ട് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. അക്കൗണ്ടിംഗ് should focus on material facts, materiality principle, material ആയിട്ടുള്ള വളരെ റെലവൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ശ്രദ്ധയുണ്ടാകേണ്ടത്. മാച്ച് ദി ഫോളോയിങ് ഇൻ എ സെറ്റ് എ വിത്ത് ദാറ്റ് ഓഫ് സെറ്റ് ബി. ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഏതാണ് ക്രിയേറ്റിംഗ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ കൺസർവേറ്റിസം. ഓണർ നമ്മൾ നേരത്തെ പറഞ്ഞാണ്, ഓണർ ബിസിനസ് എൻറ്റിറ്റി, ബിസിനസ് ആസ് ഫെയർലി ഗോയിങ് കൺസേൺ, ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട്സ് ആർ ഇഗ്നോർഡ് ഇൻ മണി മെഷർമെന്റ് ആണ് അതിന്റെ ആൻസർ. ക്വാളിറ്റേറ്റീവ് ആസ്പെക്ട് ആണ് ഗുണപരമായ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, തൽക്കാലം ഇത്ര മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ദെൻ താങ്ക് യു.